സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നമ്മൾ ഇവ പഠിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിന്റെ ഉപരിതലത്തിൽ നിലനിൽക്കുന്ന ക്രോമിയം ഓക്സൈഡുകളും മറ്റു മാലിന്യങ്ങളും വൃത്തിയാക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ ചതുരാകൃതിയിലുള്ള അരികുകൾ തയ്യാറാക്കുക. വെൽഡ് ചെയ്യേണ്ട ഷീറ്റിന്റെ അരികുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്ലക്സ് അപ്ലൈ ചെയ്യുക. അനുയോജ്യമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫില്ലർ റോഡ് നോസിൽ തിരഞ്ഞെടുക്കുക. ഓക്സിജന്റെ മർദ്ദം 0.5 മുതൽ 1.41 കിലോഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ വരെയും അസെറ്റിലിൻ 0.8 മുതൽ 0.15 കിലോഗ്രാം പെർ സ്ക്വയർ സെന്റിമീറ്റർ വരെയും അഡ്ജസ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിച്ച് യൂണിഫോം റൂട്ട് പെനട്രേഷൻ വെച്ച് സ്ക്വയർ ബട്ട് ജോയിന്റ് വെൽഡ് ചെയ്യുക. ജോയിന്റ് വൃത്തിയാക്കുക. വെൽഡ് ഡിഫക്ട്സ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കനമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ ബട്ട് ജോയിന്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസെറ്റിലിൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, ഒരു റെസ്പിറേറ്റർ. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന്റെ പ്രധാനപ്പെട്ട പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. ചതുരാകൃതിയിലുള്ള അരികുകളുള്ള ഒരു മെറ്റൽ ഷീറ്റ് തയ്യാറാക്കുക. (150 mm നീളവും 50 mm വീതിയുമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ഉപരിതലത്തിലെ ക്രോമിയം ഓക്സൈഡും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ഷീറ്റുകൾ വൃത്തിയാക്കുക. നോസിൽ നമ്പർ 5 തിരഞ്ഞെടുത്ത് ബ്ലോ പൈപ്പിൽ ഫിക്സ് ചെയ്യുക. 18/8 ടൈപ്പ് 1.6 mm ഉള്ള പ്രത്യേകമായി സംസ്കരിച്ച ക്രോമിയം ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. സിങ്ക് ക്ലോറൈഡും പൊട്ടാസ്യം ഡൈക്രോമേറ്റും അടങ്ങിയ നല്ല നിലവാരമുള്ള ഫ്ലക്സ് തിരഞ്ഞെടുക്കുക. വെള്ളം ചേർത്ത് പേശി രൂപത്തിൽ പൊടിച്ച ഫ്ലക്സ് ഉണ്ടാക്കുക. ഒരു സ്ട്രിക്റ്റ് ന്യൂട്രൽ ജ്വാലയോ ചെറുതായി കാർബറൈസ് ചെയ്യുന്ന തീയോ സജ്ജമാക്കുക. OAW പ്രക്രിയയിലൂടെ 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രക്രിയയെക്കുറിച്ച് നമുക്കിപ്പോൾ പഠിക്കാം. 18/8 ടൈപ്പിലുള്ള 1.6 mm പ്രത്യേകമായി സംസ്കരിച്ച ക്രോമിയം ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഫില്ലർ റോഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ബേസ് മെറ്റലിൽ നിന്ന് സ്ട്രിപ്പുകൾ മുറിക്കുക. 18/8 സ്റ്റെയിൻലെസ് സ്റ്റീൽ അർത്ഥമാക്കുന്നത് അലോയ് സ്റ്റീലിൽ 18% ക്രോമിയം, 8% നിക്കൽ, ബാലൻസ് ശതമാനം ഇരുമ്പ്, കാർബൺ മുതലായവയാണ്. ഹാനികരമായ ഓക്സിഡൈസിംഗ് ഫ്ലെയിമിന്റെ രൂപീകരണം തടയുന്നതിന് കർശനമായ ന്യൂട്രൽ ഫ്ലെയിമോ ചെറുതായി കാർബറൈസ് ചെയ്യുന്ന തീയോ സജ്ജമാക്കുക. പ്ലേറ്റുകൾ തയ്യാറാക്കി സെറ്റ് ചെയ്യുക. ജോയിന്റിന്റെ രണ്ടറ്റത്തും അവയ്ക്കിടയിലുള്ള ഓരോ 50 mm ടാക്ക് വെൽഡ് ചെയ്യുക. ബ്ലോ പൈപ്പ് 80 ഡിഗ്രി മുതൽ 90 ഡിഗ്രി കോണിലും ഫില്ലർ റോഡ് 20 മുതൽ 30 ഡിഗ്രി വരെ പിടിച്ച് വലതുവശത്ത് നിന്ന് വെൽഡിംഗ് ആരംഭിക്കുക. ബീഡിന്റെ അറ്റത്തുള്ള ക്രേറ്റർ നിറച്ച് വെൽഡ് പൂർത്തിയാക്കുക. വെൽഡ് ബീഡ് വൃത്തിയാക്കുകയും ചെയ്യുക.
വെൽഡ് ബീഡ് വൃത്തിയാക്കി പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ OAW പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കനമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ സ്ക്വയർ ബഡ് ജോയിന്റിന് പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നോക്കും. ഫ്ലക്സ് അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. ഒരു യൂണിഫോം ആയതും വൃത്തിയുള്ളതുമായ ലുക്ക് നൽകാൻ വെൽഡ് ബീഡ് വൃത്തിയാക്കുക. ലീഡിന്റെ അറ്റത്തുള്ള ക്രേറ്റർ നിറച്ച് വെൽഡ് പൂർത്തിയാക്കുക. ക്രാക്സ്, lack of root fusion, lack of root penetration, distortion. Recap. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിന്റെ സർഫേസിൽ നിലനിൽക്കുന്ന ക്രോമിയം ഓക്സൈഡുകളും മറ്റു മാലിന്യങ്ങളും വൃത്തിയാക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകളിൽ സ്ക്വയർ എഡ്ജസ് തിരഞ്ഞെടുക്കുക. വെൽഡ് ചെയ്യേണ്ട ഷീറ്റിന്റെ എഡ്ജുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്ലക്സ് അപ്ലൈ ചെയ്യുക. അനുയോജ്യമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക.